പ്രിയപ്പെട്ടവരെ, പ്രിയ നിറഞ്ഞവരെ, നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നന്മയിലേക്കും തിന്മയിലേക്കും വിജയത്തിലേക്കും പരാജയത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അനേക മക്കളെ നമ്മൾ കണ്ടിരിക്കും. എനിക്കിന്ന് പ്രത്യേകമായി പറയാനായിട്ടുള്ളത് യുവതി യുവാക്കന്മാരോടാണ്. പ്രേമബന്ധങ്ങളിലൂടെ ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കുറേ പേരെ അച്ഛൻ കണ്ടിട്ടുണ്ട്. പ്രേമബന്ധങ്ങളിലൂടെ മാതാപിതാക്കന്മാരുടെ പദ്ധതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് പൊട്ടിക്കരയുന്ന മാതാപിതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. അത് കുടുംബത്തെ കീറി മുറിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രേമബന്ധങ്ങളിലൂടെ സ്വന്തം ജീവിതത്തിൻ്റെ ദിശാബോധം നഷ്ടപ്പെട്ട് തെറ്റായ വഴികളിലൂടെ രാജവീതിയോടെ നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പ്രേമബന്ധങ്ങളിലൂടെ ക്രിസ്തു രക്തം ചിന്തി വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ മക്കളെ പ്രേമത്തിലൂടെ നശിപ്പിച്ചു പോയിട്ടുള്ള കുറേ അനുഭവങ്ങൾ അച്ഛൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട്. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയ അവരുടെ മക്കളെ നിന്റെ പ്രേമത്താൽ നശിപ്പിക്കരുതേ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആ മാതാപിതാക്കളുടെ കണ്ണീര് നിന്റെ വളർച്ചയ്ക്ക് തടസ്സമായിരിക്കും. യേശു പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരിക്കല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.